മണലൂർ പുത്തനങ്ങാടിയിൽ വീട്ടിൽ തീപിടുത്തം. വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യം തുടരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടരുന്നു. ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടങ്ങി. ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിയ ജീവനക്കാർ തൃശൂരിൽ പ്രകടനം നടത്തി. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. 1 പവൻ സ്വർണത്തിന് 600 രൂപ വർദ്ധിച്ച് 60,200 രൂപയായി. തെരുവ് ബാല്യമുക്തമെന്ന ലക്ഷ്യം അകലെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കുട്ടികളെ യാചക വൃത്തിക്ക് ഉപയോഗിക്കുന്നു. പിന്നിൽ ഭിക്ഷാടന മാഫിയയെന്ന് സംശയം. വാർത്തകൾ വിശദമായി. മണലൂർ പുത്തനങ്ങാടിയിൽ വീടിന് തീപിടിച്ചു. വീടിനുൾവശത്തെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനുള്ളിൽ ചെരുപ്പുകളും ബാഗുകളും റിപ്പയർ ചെയ്യുന്ന കട നടത്തുന്ന മുല്ലശ്ശേരി വീട്ടിൽ രവി താമസിക്കുന്ന വാടക വീടിനാണ് തീപിടിച്ചത്. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യം തുടരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ആനയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ നിന്നിരുന്ന ആനയുടെ നേരെ മയക്കുവെടി വയ്ക്കാൻ ഫോറസ്റ്റ് വെറ്റിനറി ചീഫ് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ശ്രമം നടത്തി. പുഴയുടെ തുരുത്തിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ആനയെ നീക്കുന്നതിന് പടക്കം പൊട്ടിക്കുകയായിരുന്നു ചെയ്തത്. ഇതിന്റെ ശബ്ദം കേട്ട് പരിഭ്രാന്തനായ കാട്ടാന മറ്റൊരിടത്തേക്ക് മാറിയത് ദൌത്യത്തിന് തടസ്സമായി. റിസർവ് വനത്തിൽ ദൌത്യസംഘവുമായി 500 മീറ്റർ ദൂരത്തേക്ക് പോയ ആനയെ പിന്നീട് കണ്ടെത്താനായില്ല. ആനയെ കണ്ടെത്തുന്നതിനായി ദൌത്യം തുടരുമെന്ന് വാഴച്ചാൽ DFOR ലക്ഷ്മി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, എന്താണ് വിവരങ്ങൾ? ആതിര, പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന വനപാലകരുടെ ദൗത്യം ഇന്ന് അവസാനിപ്പിച്ചു. പിന്നീട് ഡ്രോൺ പറത്തി ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോയ ആനയെ കണ്ടെത്തുകയാണ് വനപാലകരുടെ ലക്ഷ്യം. ഇത് വൈകിട്ട് 4 മണി വരെ മാത്രമേ തുടരുകയുള്ളൂ. ഇതിനുശേഷം കാട്ടിൽ ഇരുട്ട് പരക്കുന്നതിനാൽ ഈ പരിപാടി നാളത്തേക്ക് മാറ്റിവെക്കും. ഇന്ന് ആനയെ കണ്ടുപിടിച്ചാൽ നാളെ രാവിലെ മയക്കുവെടി വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ ഇന്ന് ഡ്രോൺ പരത്തി അത് കണ്ടുപിടിച്ചാൽ ഇന്ന് തന്നെ നാളെ രാവിലെ തന്നെ ഇതിനെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടില്ലെങ്കിൽ നാളത്തെ രാവിലത്തെ പരിപാടി വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് ഇതിനെ കണ്ട് പിടിക്കലായിരിക്കും. ഇതിനായി വാഴച്ചാൽ DFO ഖുറ ശ്രീനിവാസ് നേതൃത്വം നൽകുന്ന സംഘം എലിച്ചാണി എന്ന ഭാഗത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ എലിച്ചാണിയിലാണ് കഴിഞ്ഞ ജനുവരി 17 ആദ്യമായി മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്തുന്നത്. ഈ പ്രദേശം വളരെ ഉയർന്ന ഭാഗമാണ്. ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 2ാം ബ്ലോക്കിൽ നിന്നാണ് രാവിലെ കണ്ടെത്തിയ ആന ഉച്ചയോടെ 1/2 കിലോമീറ്റർ പുറത്തെ ഉൾക്കാട്ടിലേക്ക് പോയത്. സാധാരണഗതിയിൽ എലിച്ചാണി ഭാഗത്ത് വെള്ളം ധാരാളമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആന അവിടെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വാഴച്ചാൽ DFO R ലക്ഷ്മി നമ്മളോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രോൺ പറത്തുന്ന സംഘം അവിടെ സംഭടിച്ച് ദൗത്യം തുടരുന്നത്. ഈ പ്രദേശം ഏറ്റവും ഉയർന്ന ഭാഗമായതുകൊണ്ട് ഡ്രോൺ പറത്താനും എളുപ്പമുണ്ട്. ഇതിനുള്ള നടപടികളെല്ലാം തുടങ്ങി. ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ തുടങ്ങി. ഇപ്പോൾ ഡ്രോൺ പറത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 2ാം ബ്ലോക്കിൽ പുഴയുടെ വെറ്റിലപ്പാറ ഭാഗത്താണ് ആനയെ ഒരു തുരുത്തിൽ കാണപ്പെട്ടത്. ഇവിടെ വെച്ച് വെടിയുതിർത്താൽ ഒരു പക്ഷേ പിന്നീടുള്ള ചികിത്സാ സംവിധാനങ്ങൾ തടസ്സപ്പെടുമെന്ന
നിഗമനത്തിൽ ഈ ആനയെ മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാനുള്ള ശ്രമമായിരുന്നു വനപാലകർ നടത്തിയത്. ഇതിന്റെ ഭാഗമായി റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചുള്ള ശബ്ദം മാത്രമുള്ള ഒരു വെടിയാണ് ഉതിർത്തത്. ആനയെ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ, ഏതെങ്കിലും നല്ല പ്രദേശത്തേക്ക് മാറ്റാനുള്ള ഉദ്ദേശമായിരുന്നു വനപാലകർക്ക്. പക്ഷേ ശബ്ദം കേട്ടതോടെ ഭയചകിതനായ ആന പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോവുകയും ഉൾക്കാട്ടില് എത്തുകയുമായിരുന്നു. അപ്പോൾ ഇതോടെ ഇന്ന് ആനയെ പിടികൂടി ചികിത്സ തുടങ്ങാനുള്ള ഡോക്ടർ അരുൺ സക്കറിയയുടെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിനെ ഇപ്പൊ വീണ്ടും ഇന്ന് രാത്രി പലയിടത്തും 4 സംഘങ്ങൾ രാത്രി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഡ്രോൺ പറത്തലിന് ശേഷം ആന മറ്റ് ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നറിയുന്നതിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ ദൗത്യത്തിന്റെ 2ാം ദിനം നാളെ രാവിലെ തന്നെ ആരംഭിക്കും. അതിര ജയനാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യമാണ് തുടർന്നത്. ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ഉത്സവങ്ങളും പെരുന്നാളുകളും നേർച്ചകളും നടത്തുന്ന ആഘോഷ കമ്മിറ്റികൾ ആശങ്കയിലാണ്. ഓരോ വർഷവും നിയമം കർശനമാക്കുമ്പോൾ നിബന്ധനകൾ ഏറി വരികയാണെന്നും വിവിധ വകുപ്പുകളുടെ അനുമതിക്കായി ഓഫീസുകൾ കയറിയിറങ്ങാനേ നേരമുള്ളൂവെന്നും ആഘോഷങ്ങൾ തടസ്സപ്പെടുന്നുവെന്നും ഇവർ പരാതിപ്പെടുന്നു. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, പൂരപ്പന്തലുകൾ, രാത്രിയിലെ ചടങ്ങുകൾ, ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ തുടങ്ങി എല്ലാ മേഖലകളിലും പോലീസിൻ്റെതുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ നിയന്ത്രണങ്ങൾ ഏറി വരികയാണെന്നാണ് ആഘോഷ കമ്മിറ്റികളുടെ ആക്ഷേപം. ഓരോ വർഷം ചെല്ലുന്തോറും നിയമങ്ങൾ കർശനമാക്കുകയാണ്. ഇതൊരു പ്രദേശത്തെ മാത്രം വിഷയമല്ലെന്നും സംസ്ഥാനത്തെ മുഴുവൻ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും നേർച്ചകളിലും ഈ പ്രതിസന്ധിയുണ്ടെന്നും സർക്കാർ തന്നെ പോംവഴി കണ്ടെത്തണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. ഉത്സവത്തിൻ്റെ സീസൺ ആരംഭിച്ചെങ്കിലും വളരെ അധികം ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സംഘാടകർ വെടിക്കെട്ടിൻ്റെ ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള സഹകരണങ്ങൾ മറ്റേ ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നില്ല. ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ഈ ഉത്സവങ്ങളുടെ പെരുന്നാളുകളിലേക്ക് വെടിക്കെട്ട് എങ്ങനെ നന്നായി നടത്തുമെന്ന് സർക്കാർ തന്നെ ആലോചിച്ച് ഇതിനൊരു പോംവഴി ഉടനെ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതാണ്. തൃശൂർ പൂരം അടുത്തിരിക്കെ പൂരം പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ഉത്സവങ്ങൾ തടസ്സപ്പെടുന്ന അവസ്ഥയാണെന്നും രാഷ്ട്രീയ നേതാക്കൾ മൗനം വെടിയണമെന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ടു. ഏതും മതത്തിൻ്റെ ആയാലും എല്ലാ ആഘോഷങ്ങളും നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ നിയമങ്ങൾ വർഷം തോറും ഓരോ നിയമങ്ങൾ അതിൻ്റെ കാഠിന്യം കൂടി വരികയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമങ്ങളും അവിടെ പാലിക്കപ്പെടേണ്ട കാര്യത്തിലേക്ക് വരുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് മറ്റുള്ളവർ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരേണ്ട നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ഇവരാരും ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. TCV തൃശൂർ. ഒരു വിഭാഗം അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന പണിമുടക്ക് തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെറ്റോയും ഭരണപക്ഷ സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിലാണ് പണിമുടക്ക്. കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിലെ 90% പേരും പണിമുടക്കി. തൃശൂർ താലൂക്ക് ഓഫീസിലും ഹാജർ നില കുറവായിരുന്നു. സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയ ജീവനക്കാർ തൃശൂരിൽ പ്രകടനം നടത്തി. തൃശൂർ പാറമേക്കാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സെറ്റോ ജില്ലാ ചെയർമാൻ KV സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ, സായിദ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഏകദിന പണിമുടക്ക് വടക്കാഞ്ചേരി മേഖലയിൽ പൂർണ്ണം. തലപ്പള്ളി താലൂക്കിൽ 95% ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു. താലൂക്കിന് കീഴിലെ ആകെയുള്ള 23 വില്ലേജ് ഓഫീസുകളിൽ 17 വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തുറന്ന വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം നടന്നില്ല. വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മണ്ണ് സംരക്ഷണ ഓഫീസ് പൂർണ്ണമായും അടച്ച് താക്കോൽ ജില്ലാ ഓഫീസിൽ കൈമാറി.
അധ്യാപക മേഖലയിലും പണിമുടക്ക് സാരമായി ബാധിച്ചു. പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും വടക്കാഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ KGOF താലൂക്ക് പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി VK ഉമർ ഷെരീഫ്, KGOF താലൂക്ക് സെക്രട്ടറി അനീഷ് രാജ്, ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് TV ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 60,200 രൂപയിലെത്തി. പവന് 600 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 75 രൂപ കൂടി 7,525 രൂപയായി. തിങ്കളാഴ്ച പവന് 120 വർദ്ധിച്ച് സ്വർണ്ണവില ചൊവ്വാഴ്ച മാറ്റമില്ലാതെയാണ് തുടർന്നത്. ഇതിനു പിന്നാലെയാണ് റെക്കോർഡ് കുതിപ്പ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ 59,640 രൂപയുടെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. തെരുവ് ബാല്യമുക്തമെന്ന ലക്ഷ്യം അകലെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കുട്ടികളെ യാചകവൃത്തിക്ക് ഉപയോഗിക്കുന്നു. പിന്നിൽ ഭിക്ഷാടന മാഫിയയെന്ന് സംശയം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ദേശീയപാതകളിലും ഭിക്ഷാടനം നടത്തുന്ന കുട്ടികൾ ഇപ്പോൾ പതിവ് കാഴ്ചയാവുകയാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്നവരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. ഇയർബഡ്സ്, മാല എന്നിവ വിൽപ്പന നടത്തുകയെന്ന പേരിൽ ഭിക്ഷാടനം നടത്തുന്നവരുമുണ്ട്. പിഞ്ചുകുട്ടികളുമായി ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകളെയും കാണാം. ഈ കുട്ടികൾക്ക് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ട്. ഇവരാണ് കുട്ടികളെ യാചകവൃത്തിക്ക് ഉപയോഗിക്കുന്നത്. ഭിക്ഷയെടുക്കാൻ കുട്ടികൾക്ക് മാഫിയ സംഘം പരിശീലനം നൽകുന്നതെന്നാണ് സൂചന. ഓരോ മേഖലയിലും തമ്പടിച്ചാണ് ഇക്കൂട്ടരുടെ ഭിക്ഷാടനം. തെരുവ് ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ശരണബാല്യം ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനിടെയാണ് സംസ്ഥാനത്ത് ബാലഭിക്ഷാടനവും ബാലവേലയും വർദ്ധിക്കുന്നത്. TCV തൃശൂർ. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണശ്രമം. തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ റോഡരികിലെ ക്ഷേത്ര ഭണ്ഡാരം തുറന്നപ്പോഴാണ് മോഷണശ്രമം കണ്ടെത്തിയത്. മോഷണശ്രമം വിഫലമായപ്പോൾ ഭണ്ഡാരത്തിനുള്ളിൽ കരിയോയിൽ ഒഴിച്ച് പണം നശിപ്പിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ വർഷം 2 തവണ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. മോഷ്ടാക്കളെ ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ അധികാരികൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് വിശ്വാസികൾ പറയുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് പറഞ്ഞു. ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, കമ്മിറ്റി അംഗങ്ങളായ പ്രേമൻ തുളുവത്ത്, മനോജ് തുരുത്തിയിൽ, പ്രദീപ് മാമ്പുള്ളി, ആഷാദ്, സുഷമ സുനിൽ, VV പ്രമോദ്, UK ചന്ദ്രൻ, അഞ്ജലി ഷാജി, രത്നം ജയറാം, VV ലീല തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൽ അടിയന്തരമായി CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും ഇവർ പറഞ്ഞു. 2 പ്രാവശ്യം മോഷണം ഉണ്ടായി. ഭണ്ഡാരം കുത്തി തുറന്ന് പണം അപഹരിക്കുന്ന രീതി ഉണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഇപ്പോൾ ഭണ്ഡാരം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഭണ്ഡാരം വൈകിട്ട് 7:30 തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കരിയോയിൽ പോലെ എന്തോ ഒരു ഇതൊഴിച്ചുകൊണ്ട് അതിലത്തെ പണം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഇരിക്കുന്നതാണ്. അത് സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ അപ്പം തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതിപ്പെടുകയുണ്ടായി. പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെതിരെ അധികാരികൾ കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കാവുന്ന രീതി ഉണ്ടാവും. ചേലക്കര കോങ്ങാട് തൃശൂർ റൂട്ടിൽ ഓടുന്ന കരിപ്പാൽ ബസ്സിലെ കണ്ടക്ടർ ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ മങ്ങാട്ടുവീട്ടിൽ 60 വയസ്സുള്ള രാജഗോപാലനാണ് മരിച്ചത്. പഴയന്നൂർ ചേലക്കര റോഡിലുള്ള വെള്ളാർക്കുളം ഭാഗത്ത് വെച്ചാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KSRTCയിൽ നിന്നും വിരമിച്ചയാളായിരുന്നു രാജഗോപാലൻ. ജില്ലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുന്നു. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വഴി നടക്കാനാവാത്ത അവസ്ഥയിലാണ്. 1 മാസത്തിനിടെ നിരവധി പേർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത്. മതിലകത്ത് സൈക്കിളിൽ മകനോടൊപ്പം പോകവെ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിലത്ത് വീണ് ഇന്നലെ വീട്ടമ്മയുടെ കൈ ഒടിഞ്ഞിരുന്നു. മതിലകം ഓണച്ചെമ്മാവ് സ്വദേശിനി ഓമനയുടെ കൈയാണ് ഒടിഞ്ഞത്. തെരുവ് നായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടി സംഭവിക്കുന്ന അപകടങ്ങളും നിരവധിയാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. അണ്ടർ 20ൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ ചേലക്കര സ്വദേശി അൽ സാബിത്ത് ഈ മാസം 24 മുതൽ ഇന്തോനേഷ്യയിൽ നടക്കുന്ന ചതുർരാഷ്ട്ര ടൂർണമെന്റിലാണ് ഇന്ത്യയുടെ ഗോൾ വല കാക്കാൻ 17 വയസ്സുള്ള അൽ സാബിത്ത് സുലൈമാന് അവസരം ലഭിച്ചിട്ടുള്ളത്. ചേലക്കര നാട്ടിയൻചിറ കൽത്തൊട്ടി
തെക്കേക്കരമേൽ സുലൈമാൻ ഹാജിറ ദമ്പതികളുടെ മകനാണ്. അൽ സാബിത്ത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ 30-അംഗ സ്ക്വാഡിൽ അംഗമാണ്. ചേലക്കര ഗവൺമെന്റ് SMT സ്കൂൾ, പങ്ങാരപ്പള്ളി സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠനം. ഗോവയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ-20 ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കെയാണ് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ ലഭിക്കുന്നത്. ഈ മാസം 24-ന് സിറിയ, 27-ന് ജോർദാൻ, 30-ന് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് ഇന്ത്യൻ ടീം മത്സരിക്കുന്നത്. അൽ സാബിത്ത് മത്സരത്തിനായി ഇപ്പോൾ ഇന്തോനേഷ്യയിലാണുള്ളത്. കൊടുങ്ങല്ലൂരിന് സമീപം മൂത്തകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത 66-ൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് അരിയുമായി പോകുകയായിരുന്ന ലോറിയാണ് കത്തിനശിച്ചത്. അഗ്നിശമന സേന എത്തി തീയണച്ചു. സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാനും ജീവൽ പ്രശ്നങ്ങൾ നേരിടാനും ക്യാമ്പസുകളിൽ ജനാധിപത്യ രാഷ്ട്രീയം ആവശ്യമാണെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സംഘടിപ്പിച്ച മോഡൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ജനാധിപത്യ രാജ്യമായി തന്നെ നിലനിന്നു പോകണമെങ്കിൽ ക്യാമ്പസുകളിൽ ജനാധിപത്യം ഉണ്ടാകണമെന്നും ജനാധിപത്യ സംസ്കാരം വളർത്തുന്ന ഇടമാണ് ക്യാമ്പസെന്നും അല്ലെങ്കിൽ അരാഷ്ട്രീയ ചിന്തകൾ കടന്നുവരുമെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജയനിഷ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV അരുൺ, ഡോക്ടർ ബിനോയ് ജോസ്, മുൻ നിയമസഭാ ജോയിന്റ് സെക്രട്ടറി കെ പുരുഷോത്തമൻ, മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി KK ബാലമുരളി കൃഷ്ണൻ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ AG ഗോപിക നന്ദന തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ചുമട്ട് തൊഴിലാളി യൂണിയൻ INTUC കണ്ടശാംകടവ് യൂണിറ്റിൽ BMSൽ നിന്നും 10ഓളം തൊഴിലാളികൾ INTUC അംഗത്വം സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോജു തേക്കാനത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VM ഷംസുദ്ദീൻ യൂണിയൻ പുതിയ തൊഴിലാളികളെ അംഗത്വം നൽകി സ്വീകരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KK പ്രകാശൻ, INTUC റീജിയണൽ പ്രസിഡന്റ് KV സിജിത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, യൂണിറ്റ് സെക്രട്ടറി മെജോ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും തൊഴിലാളി സംരക്ഷണത്തിന് വേണ്ടി വളരെ സ്വാഗതാർഹമാണ്. INTUC എന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ കണ്ടത്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ട്രാക്കിന് താഴെ തലയോട്ടിയും ജീർണിച്ച മൃതദേഹവും കണ്ടെത്തി. ട്രെയിൻ തട്ടി മരിച്ചതെന്ന് സംശയം. 1 മാസത്തിലേറെ പഴക്കമുള്ള മൃതദേഹത്തിന്റെ തല വേർപെട്ട നിലയിലാണ്. റെയിൽവേ പോലീസും വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. യമനിൽ കുടുങ്ങിയ നെടുമ്പാൾ സ്വദേശി തിരിച്ചെത്തി. 11 വർഷത്തിന് ശേഷമാണ് KK ദിനേശൻ ഇന്ന് രാവിലെ തിരിച്ചെത്തിയത്. 2014-ലാണ് ജോലി തേടി ദിനേശൻ യമനിലെത്തിയത്. യമനിലെ ഹൂതി മേഖലയിൽ വെച്ച് വിസ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്താനാകാതെ കുടുങ്ങുകയായിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം, സിജു ജോസഫ് എന്നിവരുടെ ഇടപെടലിലാണ് ദിനേശൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. തിരിച്ചെത്തിയ ദിനേശനെ അമ്മയും ഭാര്യയും മക്കളും ചേർന്ന് ആനന്ദ കണ്ണീരോടെ സ്വീകരിച്ചു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുവാനോ രാജേഷ് എന്താണ് നല്ല സന്തോഷം തോന്നുന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ജോലികളില്ലാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നിപ്പോ 10 വർഷം കഴിഞ്ഞു.
ഭാര്യയുടെ വീട്ടുകാര് അവരെല്ലാരും കൂടി ഉണ്ണി പൂമംഗലത്തിനെയും വിപിൻ സാറിനെയും കണ്ട് പരാതി പറഞ്ഞു. ഇയാള് പോയിട്ട് 10 വർഷമായിട്ട് വരാൻ പറ്റില്ല, നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ വിപിൻ സാറ് നേരെ ഡൽഹിയിലേക്ക് പോയി, പാസ്പോർട്ടിന്റെ കോപ്പി വരുത്തി നേരെ ഡൽഹിയിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം സാറ് ക്ലിയർ ചെയ്തു തന്നു. വിപിൻ സാറ് ഉണ്ണി പൂമംഗലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യമനിലെ സിജു ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്നെ ഈ സാമുവൽ ജെറോമിന്റെ അടുത്ത് കൊണ്ടുപോയി. ഒരു ബ്രദറുണ്ട് അവിടെ, അതായത് നിമിഷപ്രിയയുടെ കേസൊക്കെ നോക്കുന്ന ആളാണ്. അവിടെ കൊണ്ടുപോയ ആളാണ് പിന്നെ എംബസിയിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തന്നത്. പിന്നെ WMF വേൾഡ് മലയാളി ഫെഡറേഷൻ ഒരു സംഘടന മലയാളികളുടെ അവിടെ ഉണ്ട്, WMF. അതിന്റെ ഭാരവാഹികളെല്ലാം കുറച്ച് പണമൊക്കെ പിരിച്ചു, വിസയൊക്കെ അടിക്കാനുള്ള കുറച്ച് പണമൊക്കെ പിരിച്ചു. അങ്ങനെ എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അവിടുത്തെ യമന്റെ മലയാളികളുടെയും ഇവിടുന്ന് വിപിൻ സാറിന്റെയും ഉണ്ണി പൂമംഗലത്തിന്റെയും നാട്ടിലെ ആളുകളുടെയും എല്ലാവരും സഹായത്തോടുകൂടി നാട്ടിലെത്തി. നല്ല സന്തോഷം. കുടുംബത്തെത്തിയപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാവരോടും നന്ദി. ഇപ്പൊ ഒരു വാടകയ്ക്ക് വീട് എടുത്തിട്ടുണ്ട്. ഡ്രോൺ പൈലറ്റ് എന്ന് വിളിച്ച സുധാ ദേവദാസ് കേന്ദ്ര സർക്കാരിന്റെ കലണ്ടറിൽ ഇടം പിടിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക കലണ്ടറിലേക്ക് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിലാണ് മാള എരവത്തൂർ സ്വദേശിയായ സുധയുള്ളത്. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ലാഖ്പതി പരിപാടിയിലെ മുഖാമുഖത്തിൽ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന സുധാ ദേവദാസിന്റെ ചിത്രമാണ് കലണ്ടറിലെ മാർച്ച് മാസത്തെ മുഖചിത്രമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുമായി സംവദിച്ച കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി സുധയാണ്. അന്നത്തെ മുഖാമുഖത്തിലെ ഒരേയൊരു ചിത്രം മാത്രമാണ് കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കലണ്ടറിലേക്കുള്ള 3 ചിത്രങ്ങളാണ് ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നതെന്നാണ് സൂചന. അതിൽ നിന്നാണ് സുധാ ദേവദാസുമായുള്ള സംവാദത്തിന്റെ ചിത്രം തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രിയായിട്ട് സംവദിക്കാൻ ഒരു അവസരം എനിക്ക് മഹാരാഷ്ട്രയിലുള്ള ജൽഗാവിൽ വെച്ചിട്ട് ലഖ്പതി ദീദി സമ്മേളനത്തിൽ കിട്ടിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ കലണ്ടറിൽ മാർച്ച് മാസത്തെ ഫോട്ടോ അതിലുള്ളത് നമ്മുടെ ഈ ലഖ്പതി ദീദി സമ്മേളനത്തിൽ ഞാനുള്ള ആ ഒരു ഫോട്ടോ ആയിരുന്നു. എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പുറത്തിറങ്ങുന്ന കലണ്ടറിൽ നമ്മുടെ പടം വരിക എന്നുള്ളത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചതിലും സന്തോഷം. മുഖാമുഖത്തിൽ പ്രധാനമന്ത്രി ഡ്രോൺ പൈലറ്റ് എന്ന് വിശേഷിപ്പിച്ചത് സുധാ ദേവദാസിനെ ഞെട്ടിച്ചിരുന്നു. കൃഷിയിടത്തിൽ മരുന്നും വളവും പ്രയോഗിക്കുന്നതിന് ഡ്രോൺ ഉപയോഗിക്കാനുള്ള പരിശീലനവും ലൈസൻസും ഇവർക്കുണ്ട്. എരവത്തൂർ സ്വദേശി മാങ്ങാക്കുഴി വീട്ടിൽ ദേവദാസിന്റെ ഭാര്യയായ സുധ മാളയിൽ മഹിള റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടറും കർഷകിയുമാണ്. ചൂരൽമല ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടിയോട് സംസാരിക്കുന്ന ചിത്രവും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് കലണ്ടറിന്റെ പേജുകൾ എക്സിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. TCV ന്യൂസ് മാള. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും AKSTയുടെ സ്ഥാപക നേതാവുമായ എടത്താട്ടിൽ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ആളൂരിൽ സർവകക്ഷി യോഗം ചേർന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MB ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, CPI ജില്ലാ കൌൺസിൽ അംഗം ബിനോയ് ഷബീർ, ജില്ലാ എക്സിക്യൂട്ടീവ് KS ജയ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. മുളങ്ങുന്നത്തുകാവ് സായ് നികേതന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും തൃശൂരിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സായ് നികേതൻ പ്രസിഡന്റ് OP ബാലൻ മേനോൻ അധ്യക്ഷനായിരുന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന സോവനിയറിന്റെ പ്രകാശനം സാഹിത്യകാരൻ SK വസന്തൻ നിർവഹിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ദേവസി, കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, ശ്രീധരൻ തേറമ്പിൽ, ഡോക്ടർ നളിനി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം ഗ്രാമസഭയുടെ ആഭിമുഖ്യത്തിൽ ചിറക്കാക്കോട് എളങ്ങണ്ണൂർ മലയിൽ
എളങ്ങണ്ണൂർ മലയിൽ നിശ്ചയിച്ചിരിക്കുന്ന അഗ്നാധ്യാനം സോമയാഗത്തിന്റെ 2ാം ഘട്ട യാഗപ്രചരണ ഘോഷയാത്രയ്ക്ക് ആരംഭമായി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ കവടിയാർ കൊട്ടാരം പ്രിൻസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തി. ഞായറാഴ്ച ചിറക്കാക്കോട് എളങ്ങണ്ണൂർ മനയിൽ യാത്രയ്ക്ക് സമാപനമാകും. ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന മണ്ണമ്പേട്ട മാവിൻചുവട് റോഡിലെ പച്ചളിപ്പുറം കല്ലുപാലം നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്റർലോക്ക്, ടൈൽ വിരിക്കൽ, കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗ് നടത്തൽ എന്നീ ജോലികളാണ് ആരംഭിച്ചത്. കഴിഞ്ഞ നവംബറിൽ റോഡ് നവീകരിച്ചെങ്കിലും സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗം മാത്രം കോൺക്രീറ്റിംഗ് നടത്താനായില്ല. ഇവിടെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. ഫെബ്രുവരി 21 വരെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി പൊതുമരാമത്ത് കൊടകര റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ് അറിയിച്ചു. പാലത്തിലും ചെറുതായിട്ട് ഒരു ചെറിയ ഡെപ്തില് കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ടാറിങ് ചെയ്യാത്തതുകൊണ്ട് ആ ലെവലില് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടൈലിന്റെ അതേ ലെവലിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ കോൺക്രീറ്റ് ചെറിയ ഡെപ്തില് പാലത്തിലും ചെയ്യുന്നുണ്ട്. ടൈലിടലും അത് 2-3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. ടൈലിടലും കോൺക്രീറ്റിങ്ങും. എങ്കിലും അതിന്റെ ക്യൂറിങ്ങും അതിനൊക്കെ സമയമെടുക്കും. അത് ക്യൂറിങ് പീരീഡ് കഴിഞ്ഞൊരു 15 ദിവസമെങ്കിലും 15-20 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടികൾ ഓടാൻ സാധിക്കുള്ളൂ. അതുവരെ ഈ ഭാഗത്തെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ റോഡിലൂടെയുള്ള ഈ കല്ലുപാലം റോഡ്. സ്വാമി ശ്രീ രമണചരണ തീർത്ഥർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പൂർവാശ്രമത്തിൽ നൊച്ചൂർ വെങ്കിട്ടരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ബ്രാഹ്മണ സഭ ജില്ലാ സെക്രട്ടറി ഡി മൂർത്തി, TR ഹരിഹരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് മോചനം നൽകുക, സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കളിലും കുട്ടികളിലും ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് തൃശൂർ സിറ്റി പോലീസ് ജില്ലയിൽ പദ്ധതി ആരംഭിച്ചത്. 9497975400 എന്ന നമ്പറിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയും. കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറായ 9497900200 വഴിയും സഹായം തേടാം. ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനായി നന്മ കലാകായിക സാംസ്കാരിക സമിതി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. രക്ഷാധികാരി KH സലീം ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ പ്രസിഡന്റ് PV അക്ബർ, വൈസ് പ്രസിഡന്റ് KV ആരിഫ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, ജോയിന്റ് സെക്രട്ടറി KV ജഹാംഗീർ, ട്രഷറർ VS മുസ്തഫ, PV മുഹമ്മദ് ഇക്ബാൽ, KP നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നടക്കുന്ന CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI കടങ്ങോട് മണ്ടംപറമ്പ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. മുതിർന്ന അംഗം TK രാമകൃഷ്ണൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. AK സതീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ടംപറമ്പ് വാർഡിലെ വന്യമൃഗശല്യം ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണമെന്നും പട്ടയം ലഭിക്കാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് പട്ടയം ലഭ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുന്നംകുളം മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, സെക്രട്ടേറിയറ്റ് അംഗം OK ശശി, ലോക്കൽ സെക്രട്ടറി TP ജോസഫ്, AT അനില, രഞ്ജിനി ഷിജു എന്നിവർ സംസാരിച്ചു. പുറ്റേക്കര സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OK ഗ്ലേഷിന് അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചാബിലെ ജലന്ധറിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ഗോൾഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി ഗൌതം കൃഷ്ണയെ DYFI എങ്കക്കാട് യൂണിറ്റ് ആദരിച്ചു. കൂനത്ത് വീട്ടിൽ വിനീഷ് മോനിഷ ദമ്പതികളുടെ മകനാണ്. വടക്കാഞ്ചേരി സെന്റ് പയസ് UP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൌതം കൃഷ്ണ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഗൌതം കൃഷ്ണയ്ക്ക് ഉപഹാരം കൈമാറി. സ്കൂളിലെ കായിക അധ്യാപകനായ ജെയിംസ് പോൾ ആണ് ഗൌതം കൃഷ്ണയുടെ പരിശീലകൻ. ഈ മാസം 26-ന് ഗൌതം കൃഷ്ണ ഉൾപ്പെടെയുള്ള സംസ്ഥാന ടീം പഞ്ചാബിലേക്ക് യാത്ര തിരിക്കും. ആദരിക്കൽ ചടങ്ങിൽ DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മിഥുൻ സജീവ്, അഹമ്മദ് സിജത്ത്, KA സന്ദീപ്, OK കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
സംസ്ഥാനതല കലോത്സവത്തിൽ പരിചമുട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ സംഘത്തിലെ വിദ്യാർത്ഥി മുഹമ്മദ് തമീമിനെ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സന്നിഹിതരായി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കുംകര പഞ്ചായത്തിന് നൽകിയ വനിതാ ജിമ്മിന്റെ പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വാഴാനി ഡിവിഷൻ അംഗം പി എസ് വിനയൻ, വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ, സുബിത സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബ് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താലപ്പൊലിയുമായി ബന്ധപ്പെട്ട ക്യാമറയിലും മൊബൈൽ ഫോണിലും പകർത്തുന്ന ചിത്രങ്ങൾ മത്സരത്തിലേക്ക് അയക്കാം. ഈ മാസം 24-ന് വൈകുന്നേരം 7 വരെ എൻട്രികൾ അയക്കാമെന്ന് ഭാരവാഹികളായ കെ പ്രസാദ്, ടി ജി അജോ, ഡിനോ കൈനാടത്ത് എന്നിവർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശാസ്താവിടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി ശിലവിരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. ഗിരീഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് സംഘ് ചാലക് കെ എസ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്താവിടം ട്രസ്റ്റ് കൂട്ടായ്മയുടെ സമർപ്പണമായി നടത്തിയ പരിപാടിയിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഗിരീഷ്, സെക്രട്ടറി എം.എൻ. ഉണ്ണികൃഷ്ണൻ, ഇ കെ വേണു എന്നിവർ പങ്കെടുത്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര സമൂഹങ്ങളും എന്ന വിഷയത്തിൽ കോൺക്ലേവ് ആരംഭിച്ചു. ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ഡോക്ടർ അമിത പി മണി, ഡോക്ടർ ടി പി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർ ആർക്കിടെക്ചർ കോളേജ് സ്പോർട്സ് ടൂർണമെന്റായി തൃശൂർ IES ആർക്കിടെക്ചർ കോളേജ് അഖാര 2.0 എന്ന പേരിൽ ഈ മാസം 24, 25, 26 തീയതികളിലായി ചിറ്റിലപ്പള്ളിയിലെ കോളേജ് ക്യാമ്പസിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ 30 കോളേജുകളിൽ നിന്നായി ആയിരക്കണക്കിന് മത്സരാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ത്രോബോൾ, അത്ലറ്റിക്, സ്വിമ്മിംഗ് ഉൾപ്പെടെ 40 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും, ഓവറോൾ ചാമ്പ്യൻ ടീമിന് 25,000 രൂപയും എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. IES ആർക്കിടെക്ചർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ PS വിനീത, IES എഡ്യൂക്കേഷണൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് PC മുഹമ്മദ് റഫീഖ്, അഖാര കോർഡിനേറ്റർ മിഥുൻ ലിയോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ AP അജ്മൽ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ MM ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. നാട്ടുവൈദ്യന്മാരുടെ സംഘടനയായ വൈദ്യ മഹാസഭയുടെ വാർഷിക പൊതുയോഗവും പ്രതിനിധി സമ്മേളനവും ഞായറാഴ്ച തൃശൂരിൽ നടക്കും. നാട്ടുവൈദ്യന്മാരുടെ തൊഴിൽ സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരണമെന്ന പ്രധാന ആവശ്യമടക്കം യോഗം ചർച്ച ചെയ്ത് സർക്കാരിനോട് ആവശ്യപ്പെടും. അയ്യന്തോൾ അച്യുതമേനോൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ കെ രാധാകൃഷ്ണൻ MP, P ബാലചന്ദ്രൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സംഘടനാ ചെയർമാൻ മാന്നാർ G രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ ബാബു പനക്കൽ, സെക്രട്ടറി A വിജയൻ, സ്റ്റേറ്റ് ഓർഗനൈസർ ടി രാംകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി KJ ഫിലോമിന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. എടതിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. SCMS എഞ്ചിനീയറിംഗ് കോളേജ് പ്രതിനിധി KB രാജേഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, ഡെപ്യൂട്ടി HM KS ബിന്ദു, അധ്യാപകരായ ബിജു മോഹൻ, ബാബു, TN സിജിൽ, S പ്രമോദ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഗതാഗതത്തിന്റെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് വളരെ അറിവ് സമ്പാദിക്കുന്നതിന് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7490, പവന് 59,920, വെള്ളി ഗ്രാമിന് 99, പ്ലാറ്റിനം ഗ്രാമിന് 3297 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
മണലൂർ പുത്തനങ്ങാടിയിൽ വീട്ടിൽ തീപിടുത്തം. വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യം തുടരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടരുന്നു. ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടങ്ങി. ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിയ ജീവനക്കാർ തൃശൂരിൽ പ്രകടനം നടത്തി. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. 1 പവൻ സ്വർണ്ണത്തിന് 600 രൂപ വർദ്ധിച്ച് 60,200 രൂപയായി. തെരുവ് ബാല്യമുക്തമെന്ന ലക്ഷ്യം അകലെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കുട്ടികളെ യാചകവൃത്തിക്ക് ഉപയോഗിക്കുന്നു. പിന്നിൽ ഭിക്ഷാടന മാഫിയയെന്ന് സംശയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.